നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 19-കാരിയായ വിദ്യാർത്ഥിനിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കാരുവേലിയിൽ പുത്തൻനടയിൽ വിജയഭവനിൽ വിജയൻ പുഷ്പ ദമ്പതികളുടെ മകൾ അഭിരാമിയാണ് മരിച്ചത്. ആമി എന്നാണ് അഭിരാമിയെ വീട്ടിൽ വിളിച്ചിരുന്നത്. രാവിലെ ക്ലാസ്സിൽ പോകുന്നതിനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിരുന്നു അഭിരാമി. നെടുമ്പായിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്ത് അഭിരാമിയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ കണ്ടിരുന്നു. ഇവരിൽ ചിലർ കുട്ടിയോട് കാര്യം തിരക്കിയപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ആക്രോശിക്കുകയും ചെയ്തതായാണ് വിവരം. രാവിലെ 10:30 ട്രെയിനിന് മുന്നിലേക്ക് ചാടിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന രണ്ടുപേർ അഭിരാമിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല. ഇവരെ മറികടന്ന് ബാഗ് വലിച്ചെറിഞ്ഞ ശേഷം ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് വിവരം. സംഭവത്തിൽ എഴുകോൺ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. എന്തിനാണ് ഇങ്ങനെ കുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്ന വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും അറിയാതെ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ഇഴഞ്ഞ് റെയിൽവേ ട്രാക്കിൽ പോയി വീണ് മരണപ്പെട്ടത് അത് വലിയ ദുരൂഹത ഉണ്ടായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ദുരൂഹത മറ്റൊന്നുമില്ല. കുഞ്ഞ് തന്നെയാണ് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രൂക്ഷമായ വിമർശനങ്ങളും ചർച്ചകളും ആ കുടുംബം വളരെ വേദനയോടുകൂടിയാണ് ഇക്കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെന്നും വ്യക്തമാവുകയാണ്.